ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 19, ശ്ലോകം 9-10. തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ കൃഷാദഹന്തോ ദ്രുഹിണേന വാരിതാഃ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വരാഃ പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തദാ വിദസ്ത്വമീശ വാതാലയനാഥ പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തതഃ പ്ലശ്ച തതശ്ച തേ ഭൂതലരോധിനഃ പ്ലസ്തരൂൻ ഭൂതലരോധിനസ്തരൂൻ ക്രുധാ ദഹന്തഃ ദ്രുഹിണേന വാരിതാഃ ക്രുധാ ദഹന്തോ ദ്രുഹിണേന വാരിതാഃ ദ്രുമൈഃ പ്ലശ്ച ദ്രുമൈശ്ച ദത്താം തനയാം അവാപ്യ തനയാമവാപ്യ താം ത്വദുക്തകാലം സുഖിനഃ അഭിരേമിരേ സുഖിനോഭിരേമിരേ. അവാപ്യ ദക്ഷം ച സുതം കൃതധ്വരാഃ പ്രചേതസഃ നാരദലബ്ധയാ ധിയാ പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം അവാപുരഃ ആനന്ദപദം അവാപുരാനന്ദപദം തഥാവിധഃ ത്വം ഈശ തഥാവിധസ്ത്വമീശ വാതാലയനാഥ പാഹി മാം. ഹരേ കൃഷ്ണ. പോന 8வது ശ്ലോകത്തിലെ பார்த்தோம். ഭഗവാൻ വരങ്ങളെല്ലാം കൊടുത്ത அந்த പ്രചേതസ്സുകൾക്ക് அப்படிங்கிறது பார்த்தோம். ഇനി എന്താ 9வது ശ്ലോകത്തിലെ പ്രചേതസ്സുകളോട് ദാമ്പത്യ ജീവിതത്തെ അവൻ ചൊല്ലതാ. இப்போ நிறைய வருஷம் யுதம் வருஷம் 10,000 வருஷம் ஜலத்துக்குள்ள இருந்து தபசு பண்ணினா அப்படிங்கிறது பார்த்தோம். இந்த 10,000 வருஷம் கழிஞ்சு அவ அந்த ஜலத்திலேருந்து வெளியில வந்து பார்த்தா பூமி பூரா ஒரே காடா இருக்கா. ஒரு இடத்துல ഇതിലെ அப்படியே ஒரு காடா இருக்கா. அது என்னாச்சுன்னா நாரத மகர்ஷி வந்து പ്രാചീന ബർഹിസിട്ട് ചൊല്ലാൽ അവർക്ക് വേണമെങ്കിൽ മോക്ഷമാർഗമെല്ലാം ഉപദേശം പണി അവർ മോക്ഷം അടഞ്ഞു വിട്ടാൽ. അപ്പൊ ഭൂമിയെ പാത്തുക്കറത്തേക്ക് വേറെ ആരുമില്ലേ, രാജ്യഭാരം പണിടത്തേക്ക് ആരുമില്ലേന്ന് പറഞ്ഞപ്പോൾ ഭൂമിയെല്ലാം അപ്പടിയെ കാടാ പോയെടുത്തത്. അപ്പൊ ഇവ വന്ന് പാത്തപ്പടി കാട പാത്തതും ഉടനെ അവള് കോപം വന്ന് വാങ്ങ എല്ലാത്തെ അപ്പടിയെ വെട്ടി ഇത് പണി മരങ്ങളെല്ലാം വെട്ടി അപ്പടിയെ അത് എരിയ വിട പാക്കണം. അന്ത സമയത്തിലെ ആൾക്ക് ബ്രഹ്മ வந்து இந்த பிரஜேதஸ்கள்கிட்ட சொல்லலாம், നിങ്ങൾക്ക് இதெல்லாம் பண்ணாதேங்கோ அப்படின்னு இல்லை, ஒரே அடியா அப்படி காடெல்லாம் வெட்டி കളയപ്പെടാது அப்படின்னு சொன்னதும் அந்த மரங்களெல்லாம் தங்கள் அவ வளர்த்தின பொண்ணான மாரிஷாவை வாளுக்கு விவாகம் பண்ணி கொடுக்குறா. அதுக்கப்புறம் ஒரு 10 ലക്ഷം സംവത്സര കാലം അവ அந்த മാരിഷാവോട് ജീവിതം നയിക്കണമെന്നൊക്കെ ചൊല്ലണം. തതഃ ച തേ ഭൂതലരോധിനഃ. അതുക്കപ്പുറം എന്താ പ്രചേതസ്സുകൾ ഭൂമി പൂര തരൂൻ കൃതാ ദഹന്തഃ. നിറയെ മരങ്ങൾ ഇവിടത്തെ എല്ലാം ദഹിപ്പിക്കാത്തത് എരിയ വിടത്തേക്ക് പാത്തപ്പോൾ ദ്രുഹിണേന വാരിതാഃ ദ്രുമൈഃ ദത്താം താം തനയാം അവാപ്യ. ബ്രഹ്മ മുതല വന്ന് തടയറാൻ ദ്രുഹിണേന വാരിതാഃ ബ്രഹ്മ തടയറാൻ ദ്രുമൈഹി ദത്താം താം തനയാം അവാപ്യ. മരങ്ങൾ കൊടുത്ത് അവളോട് പൊണ്ണ സ്വീകാരം പണിത് ത്വദുക്ത
കാലം സുഖിനഃ അഭിരേമിരേച്ച. നിറയെ വർഷം ഭഗവാൻ അതല്ലേ ചൊല്ലിയിരുന്ന പോന ശ്ലോകത്തിൽ പാത്തു നമ്മൾ ദശലക്ഷവത്സരീം രമധ്വം ഇതിന് ചൊല്ലിയിരുന്നത്. அப்படி ഭഗവാൻ சொன்ன அந்த കാലയളവ് വരയ്ക്കും അവ കൂടെ കഴിച്ച. പ്രചേതസഃ ദക്ഷം സുതം അവാപ്യ. അത് കഴിഞ്ഞ് அந்த പ്രചേതസ്സുകൾക്ക് ദക്ഷങ്കര പേരിൽ ഒരു പുത്രൻ ഉണ്ടാന. പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞ ഉടനെ ഇവ എന്നെ വേണറ കാട്ടുക്ക് തപസ്സക്ക് പോകാം. കൃതധ്വരാഹ നാരദലബ്ധയാ ധിയാ ആനന്ദപദം അവാപുച്ച. അവ തപസ് பண்ண പോയി அங்கே നാരദ മഹർഷിയെ பார்க்குற, யாகங்கள்லாம் செய்கிற. நாரதர்கிட்டேருந்து அந்த ஞானம், பரமமான ஞானம் கிடைக்கிறது, அதோட மோட்சமும் கிடைக்கிறது. ஈஷ வாதாலயநாத ததாவிதः त्वं मां पाहि. ഭഗവാനേ, ഹേ ഗുരുവായൂരപ്പ, വാതാലയനാഥ ഗുരുവായൂരപ്പ, அப்படியுள்ள நீங்கள் என்னையும் രക്ഷിക്കണമേ அப்படின்னு சொல்லி அங்கே പ്രാചേതസ ദക്ഷനോട് കഥയെ முடிக்கிறது. ഹരേ കൃഷ്ണ.